എങ്ങോട്ടാ തുള്ളിച്ചാടി? ഇതേ ശത്രുവൊന്നുമല്ല, രമാനിലയോ. നീ കൊല്ലാൻ മിഷൻ കൊടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ വീട്. ചിന്നു, നീ അകത്തേക്ക് പോവാൻ നോക്ക്. മഹി, ഇതേ നിനക്ക് ചേർന്ന പരിപാടിയല്ല. കുഞ്ഞോളെ കൊല്ലാൻ നോക്കിയോളാ ഇവള്. അപ്പോ ഒരു കാര്യം ധാരണയായി, തന്തയ്ക്കൊപ്പം മകളും ജയിലിൽ കയറും. ഇതിനെ പഴയ നാടൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, 10 ഗുണം 10 ഗുണം. ഇവിടെ അത് സത്യമായി തീർന്നു. കൊലപാതകിയുടെ മകൾ കൊലയാളിയായി. എന്തായാലും പാരമ്പര്യം കാത്തു. മഹേ, ഈ കൊലപാതകം ചെയ്തവര് മാത്രമല്ല, കൂട്ടുനിൽക്കുന്നവരും പ്രതിയാവും. നിനക്കും ഇവളോടൊപ്പം അകത്ത് കിടക്കേണ്ടി വരും. ഈ ജയിലെന്ന് പറയത്ര സുഖമുള്ള സംഗതിയൊന്നും അല്ല. എനിക്ക് ഈ ജയിലിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അതവിടെ പോവുകയും കിടക്കുകയും ചെയ്തിട്ടുള്ളവർക്കല്ലേ അറിയാൻ പറ്റൂ. എന്നാലേ അത് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. യഥാർത്ഥ പ്രതി വെളിയിൽ കിടന്ന് കറങ്ങുമ്പോ റാങ്ക് വാങ്ങിയ LLM-ന് പഠിച്ച ഞാൻ അകത്തു പോകുന്നു തോന്നുന്നുണ്ടോ മാമ? മാമനൊന്നുമല്ല, അങ്കിൾ. രണ്ടും ഒന്ന് തന്നെ. പിന്നെ ഈ ജയിലിൽ പോകാൻ പോകുന്ന ആരാണെന്ന് നമുക്ക് കണ്ടറിയാം. ചിന്നു, നീ അത്തുവോ? ഇത്രയും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ള അങ്കിള് അമ്മ ആശുപത്രിയിലായതിനു ശേഷം ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തത് തന്നെ സംശയത്തിന് വക നൽകുന്നുണ്ട്. അമ്മയ്ക്ക് വിഷം കൊടുത്തത് അങ്കിളാണോന്ന് സൂക്ഷിച്ചോ, ഇല്ലെങ്കിലേ ഉണ്ട തിന്നേണ്ടി വരും. ഉണ്ട. ഇനി അവരെല്ലാരും കൂടി എന്നെ അകത്താക്കോ? അമ്മയ്ക്ക് അവസാനമായിട്ട് ജ്യൂസ് കൊടുത്തത് ഈ നിൽക്കുന്ന ചിന്നുവാ. നീ ആ ജ്യൂസിൽ എന്താടി കളിക്കിയത്? പറയടി. മോളെ, ചന്ദ്രമ്മ, ചന്ദ്രമ്മ, എല്ലാരും എന്നെയാ കുറ്റപ്പെടുത്തുന്ന. ആരായാലും അങ്ങനെ സംശയിച്ചു പോവും മോളെ. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഞാനല്ല രമാദേവി മാഡത്തിന് വിഷം കൊടുത്തത്. അതെനിക്കറിയാം. നീ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് ഈ ചന്ദ്രാമ്മയ്ക്ക് നന്നായിട്ടറിയാം. പക്ഷെ വേലക്കാരിക്ക് സംസാരിക്കാൻ അവകാശമില്ല. പറയുന്ന ജോലികൾ ചെയ്യുക. കിട്ടുന്നത് ശിക്ഷയായാലും ചീത്തയായാലും കയ്യും കെട്ടി നിന്ന് സ്വീകരിക്കുക.